അതായത് ഒരു 20 ദിവസം അല്ലെങ്കിൽ 14 ദിവസം 21 ദിവസമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിലോ ഒക്കെ കുറഞ്ഞ് സ്ലിം ആവുന്നതൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. ഡോക്ടർ, ഒരു സസ്റ്റൈനബിൾ വെയിറ്റ് ലോസിനായിട്ട് ആയുർവേദത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ആയുർവേദത്തിനാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് മരുന്ന് കഴിച്ചിട്ടല്ല. പലരും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട് വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, പ്ലാൻ എന്താണ്. അതായത് ഒരു 20 ദിവസം അല്ലെങ്കിൽ 14 ദിവസം 21 ദിവസമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിലോ ഒക്കെ കുറഞ്ഞ് സ്ലിം ആവുന്നതൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. പക്ഷേ ഒരിക്കലുമില്ല. ആയുർവേദം ഒരു ലൈഫ് സ്റ്റൈലാണ്. വെയിറ്റ് ലോസിന് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണ്, വെയിറ്റ് അത് ബേൺ ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഫാറ്റ് എന്താണ് അത് ബേൺ ചെയ്ത് കളയണം. സോ അവിടെ ഒരു എക്സസൈസ് എന്നുള്ളത് മാൻഡറ്ററി ആണ്. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്തില്ല, അത് യോഗ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ട്രെയിനിങ് ആവാം, വാട്ട് എവർ ദ തിങ്സ്, അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ, കാർഡിയോ ആവാം, അതൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ വെയിറ്റ് ലോസ് വരുള്ളൂ. പ്ലസ് നമ്മുടെ ഡയറ്റ്, പിന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്യാം. എന്തായാലും ഈ വെയിറ്റ് ഗെയിൻ ഉള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റബോളിസം ഇമ്പയർഡ് ആയിരിക്കും. ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യും. ദെൻ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള എക്സസൈസുകൾ അതേപോലെ ഡയറ്റ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇത് സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കും. അതായത് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് വന്നതിന് ശേഷം പിന്നെ ഇതെല്ലാം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന വെയിറ്റ് കയറുന്ന ഒരു അവസ്ഥ ആയുർവേദത്തിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആയുർവേദം ഒരു ലൈഫ് സ്റ്റൈലാണ്. വെയിറ്റ് ലോസിന് പറ്റിയ ഏറ്റവും നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് ആയുർവേദം.